ോടൊപ്പം നമ്മൾ ചിന്തിക്കേണ്ട കാര്യം ഈ സ്ഥലത്ത് നിന്നൊക്കെ ഇതിൻ്റെ ക്രിയകളൊക്കെ കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് സഞ്ചരിക്കുമ്പോൾ ഈ യാഗശാലയിൽ നിന്നുള്ള അഗ്നി എടുത്ത് കെടാതെ വീണ്ടും സൂക്ഷിക്കുന്ന ആ കുടുംബങ്ങളെ സംബന്ധിച്ചോളം വളരെ സങ്കീർണമായ മന്ത്രോച്ചാരണങ്ങളുടെ എല്ലാ ദിനങ്ങളിലും അതിനുള്ള ക്രിയകൾ നടത്തുന്നത് ഒരു സമസ്യയാണ്. അതായത് ഒരു താമസശ്രേഷ്ഠൻ അതിനെ എത്ര വിശുദ്ധിയോടെ കരുതുന്നു, അതേ രീതിയിൽ ആ മരണം വരെ ഇതിനെ സംരക്ഷിക്കേണ്ട ചുമതലയും ഇത് നടത്തിയ കുടുംബത്തിനുണ്ട് എന്നുള്ളതും വലിയ ഒരു, നമ്മളെ സംബന്ധിച്ചോളം വലിയൊരു കഠിനമായ ഒരു കർമ്മം തന്നെയാണ്. ഈ കർമ്മത്തിന് യോഗ്യത ഉള്ളത് കൊണ്ട് മാത്രമാണ് ഈ കർമ്മത്തിലേക്ക് അവർ വന്നതെന്നും എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഈശ്വരൻ പ്രത്യേകം അനുഗ്രഹിച്ചവർക്ക് മാത്രമേ ഈ യാഗകർമ്മങ്ങളിൽ കൂടിയൊക്കെ സഞ്ചരിക്കുവാൻ സാധിക്കുകയുള്ളൂ. പലപ്പോഴും യാഗകർമ്മങ്ങളെ കാണുമ്പോൾ വളരെ ലളിതമാണെന്ന് തോന്നിയാലും അതിൻ്റെ ഓരോ ഘട്ടങ്ങൾ കഴിയുമ്പോഴും